വെൽക്കം ബാക്ക് ടു foryou വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മൾ ഒരു ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യണേണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സാരി ഉടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ സാരി ഉടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യാറുണ്ട്. ഞാനും ഒക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് എങ്ങനെ എത്ര സിമ്പിളായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉടുക്കാൻ പറ്റും എന്നൊക്കെ ഞാനും സെർച്ച് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്നൊരു സാരി ഉടുക്കാൻ പറ്റുന്നതെന്ന് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല. എന്നാലും ഞാൻ എങ്ങനെയാണ് ഉടുക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ഉടുക്കണതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഇതിൻ്റെ ഫ്ലീറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. സാരിയുടെ ഫ്ലീറ്റ്സ് ഇതുപോലെ നമ്മളുടെ ഇവിടെ വരുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, അത് ഞാൻ ഫ്ലീറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ ഞാൻ സാരി ഫ്ലീറ്റ്സ് ഇട്ടാണ് ഉടുക്കുന്നതെങ്കിൽ എപ്പോഴും ഇതുപോലെ ചെറിയ ഫ്ലീറ്റ്സ് എടുത്തിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് വെക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് സാരി ഉടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചുറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ ഫ്ലീറ്റ്സ് നമ്മൾ ഒരുപാട് ടൈം അതിന് വേണ്ടി വേസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ ഫ്ലീറ്റ്സ് ഇതുപോലെ ചെറിയ ഫ്ലീറ്റ്സ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് പിൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഉടുക്കലിലേക്ക് തുടങ്ങാം. ബാക്കി സ്റ്റെപ്പുകൾ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതാണ് സാരി ഞാനിവിടെ കുത്തനെയാണ്. നമ്മൾ സാരി എപ്പോഴും കുത്തുമ്പോഴേക്കും എല്ലാം കൂടി കുത്തിത്തിരിക്കി ഇതിൻ്റെ ഉള്ളിൽ വെക്കരുത്. അത് മാക്സിമം ഇത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ എടുത്ത് നമുക്ക് എത്ര ഇറക്കം വേണോ അത്രയും നോക്കിയിട്ട് ചെരുപ്പ് നമ്മൾ ഇടുക. നമ്മൾ സാരി കൊടുക്കുന്നതിന് മുമ്പ് ചെരുപ്പ് ഇടുക. എന്നിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക. അങ്ങനെ ചുറ്റും നമ്മൾ വയ്ക്കുക. എന്നിട്ട് ഇനി നമ്മൾ അടുത്തത് എടുക്കുന്നത് ഡയറക്റ്റ് ഇവിടുത്തെ പോർഷനാണ്. അപ്പോൾ നമ്മൾ അത് നോക്കിയെടുക്കുക. അപ്പോൾ എത്രയാണോ നമുക്ക് ലെങ്ത് ബാക്കിൽ വേണ്ടത് അതനുസരിച്ചിട്ട് നമ്മൾ ഇതെടുത്ത് വെക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ലെങ്ത്തിലാണ് വെക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ പിൻ ചെയ്യണം. ഇത് ഈ പോർഷൻ നമ്മളുടെ ഇങ്ങനെ ചുറ്റി വന്ന ഈ പോർഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും എടുക്കുമ്പോഴേക്കും ഈ അറ്റം ഉണ്ടല്ലോ, ഈ അറ്റം ഫസ്റ്റത്തെ അറ്റം നമ്മൾ അകത്തേക്ക് കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഭയങ്കര ഒരു വലിച്ച് ടൈറ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ ടൈറ്റ് ചെയ്താൽ സാരിയുടെ ഭംഗി അങ്ങ് പോകും. അപ്പോൾ അത് കുറച്ചൊരു ലൂസിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾക്ക് എത്രത്തോളം വരുന്നോ കവർ ചെയ്ത് പോകുന്നോ, വയറൊക്കെ കാണാതെ കവർ ചെയ്ത് പോകാനായിട്ട് ഇത് പൊക്കി അങ്ങ് വെക്കുക. അധികം പൊക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി. ഇതിങ്ങനെ വെച്ചിട്ട് ഈ നമ്മുടെ റൈറ്റ് ലെഗ് ഉണ്ടല്ലോ, അതിൻ്റെ ആ കൈയുടെ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ ഒരു പിൻ ചെയ്ത് വെക്കുക. ഞാനിവിടെ പിൻ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ നമ്മളിവിടെ ഇത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നേരെ പൊക്കിയെടുക്കുക. ഇത് നേരെ പൊക്കിയെടുത്തിട്ട് ഈ പീസ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഇവിടെ ഈ ഭാഗമില്ലേ, ഇവിടെ ഈ ഭാഗം, അതായത് ഈ ഷോൾഡറിന്റെ നേരെ താഴെ ഈ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് വെക്കുക. അങ്ങനെ വെക്കണം. വെച്ചിട്ട് ഈ കൈമുട്ട കൊണ്ട് ഇങ്ങനെ ഒന്ന് പിടിക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് ഈ ഷോൾഡറിന്റെ ഈ ഭാഗം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഈ അറ്റം ഒന്ന് വെക്കുക. നമ്മളിവിടുത്തെ ഏകദേശം ഒരു അളവാണ് അത് എടുക്കുന്നത്. ഞാൻ അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണോ എല്ലാവരും ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അളവ് കിട്ടി. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ട് തുടങ്ങുന്നത്. അവിടെ നിന്ന് നമ്മൾ ഫ്ലീറ്റ്സ് എടുത്ത് തുടങ്ങാണ്. ഇനി നമ്മളിവിടെ അളന്ന് വെച്ചിരുന്ന പോർഷൻ ഉണ്ടല്ലോ, അതിനോട് വലിക്കുക. കേട്ടോ, വലിക്കുമ്പോൾ ഇവിടെ നമ്മളുടെ ഇവിടുത്തെ ഈ ഭാഗത്തെ ഫ്ലീറ്റ്സ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, അതിങ്ങനെ വലിക്കുന്ന അനുസരിച്ചിട്ട് ആ ഫ്ലീറ്റ്സ് അങ്ങോട്ട് കയറി വരും. എന്നിട്ട് ഈ ബാക്ക് സൈഡിലേക്കുള്ള ആ ഭാഗത്ത് ഇതങ്ങോട്ട് കുത്തി വെക്കുക. അവിടെ അകത്തേക്ക് ടൈറ്റ് വെച്ചോളൂ. ശരിക്കും ടൈറ്റ് ആയിട്ടിരിക്കണേ. ഈ ഫ്ലീറ്റ്സ് എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഫ്ലീറ്റ്സും എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മളത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഉടുത്ത് നോക്കിയിട്ട് നമ്മുടെ ഫ്ലീറ്റ്സ് എവിടെയാണ് ഇവിടെ വരുന്നത് എന്ന് നോക്കിയിട്ട് അളന്നിട്ട് ഇതും അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടുത്ത് കഴിയും. അപ്പോൾ ഞാനിത് ഒപ്പം ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പിൻ ചെയ്യാം.
അല്ലെങ്കിൽ ഇത് നമ്മൾ ചിലപ്പോൾ കുത്തുന്ന സമയത്ത് വിട്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് പിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫ്ലീറ്റ്സ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഇവിടെ വലിച്ചു കുത്തിയപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് നമ്മൾ വേറെ സെപ്പറേറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇതങ്ങോട്ട് നമ്മൾ അകത്തേക്ക് കുത്തിവെക്കും. അപ്പോൾ ബാക്കി ഇവിടെ വരുന്ന പോർഷൻസ് നമുക്ക് ബാക്കിലേക്ക് ഒതുക്കി വെച്ച് കൊടുക്കാം. ഇനി മിക്കവരുടെയും പ്രശ്നമാണ് വയറ് കാണുക. നമ്മുടെ ബ്ലൗസ് പോർഷൻ ഇവിടെ വന്ന് നിൽക്കും, ബാക്കിയുള്ള വയറ് കാണും എന്നുള്ളത്. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണയായിട്ട് ചെയ്യണത്, ഈ ലാസ്റ്റ് ഈ ബോർഡർ വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ നേരെ താഴെയുള്ള ആ ഫ്ലീറ്റ് ഭാഗം എടുത്തിട്ട് ഈ ഭാഗവും കുറച്ചങ്ങോട്ട് പൊക്കിയിട്ട് ഇത് ശരിക്കും വലിക്കണേ ഫ്രണ്ടിലേക്ക്. എന്നിട്ട് ഈ പോർഷൻ എടുത്തിട്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കും. കണ്ടോ, ഇങ്ങനെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് കാണില്ല. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ സാരി ഏകദേശം ഉടുത്ത് കഴിഞ്ഞു. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇതൊക്കെ ഉള്ളത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണയായിട്ട് ഞാൻ സാരി എടുക്കുന്നത്. പിന്നെ ഇതിന് ശേഷം ഞാനൊരു കാര്യം കൂടി ചെയ്യാറുണ്ട്. ഹെയർ സ്ട്രൈറ്റ്നർ വെച്ചിട്ട് ഈ ഫ്ലീറ്റ്സ് ഒന്നുകൂടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഈ ഫ്ലീറ്റ്സും ഒന്നുകൂടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ നല്ല ഒട്ടി നിന്നോളും, വിടർന്നിരിക്കില്ല, നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ സാരി ഉടുക്കൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ ബാക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ഒരുപാട് കയറിയിരിക്കുന്നു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് വലിച്ചിട്ട് ഇടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ സാരി ഉടുക്കൽ. ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് എടുക്കുന്നവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയാസാണ് ഞാൻ പറഞ്ഞു തന്നത് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ തന്നെയാണോ സാരി എടുക്കലിൻ്റെ യഥാർത്ഥ രീതികളൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ എടുക്കുന്നത് പോലെ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്തു, നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളുടെ ഓണം സീരീസ് ഈ ചാനലിൽ, അതായത് നമ്മുടെ ഫോryou വേൾഡിലെ നമ്മൾ ഓണം സീരീസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ കാര്യങ്ങളും നമ്മൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഓണം സീരീസ്. ഓക്കെ, അപ്പോൾ അടുത്ത ഓണം വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. ബൈ.